ഇന്നലെ നമ്മൾ എവിടെ വെച്ച് നിർത്തിയ ഇന്നലെ മിനിയാന്ന് 4 വേരിയബിൾ ഉണ്ടെന്നാണ് 4 സ്റ്റോറേജ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ ഉണ്ടല്ലോ. ഏതൊക്കെയാണെന്ന് ഓട്ടോമാറ്റിക്, എക്സ്റ്റേണൽ, സ്റ്റാറ്റിക്, രജിസ്റ്റർ. ഇതാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള ചാർട്ട്. ഓക്കെ. ഓട്ടോമാറ്റിക് വേരിയബിൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ഇറ്റ് വിൽ സ്റ്റോർ ഇൻ മെമ്മറി. External variables also stored in memory. Static variables also stored in memory. But register variables are stored in CPU register. That's the difference. ബാക്കി എല്ലാം മെമ്മറിയിലാണ്. രജിസ്റ്റർ വേരിയബിൾ CPU രജിസ്റ്ററിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ഓക്കെ. ഓട്ടോമാറ്റിക് ഡിഫോൾട്ട് വാല്യൂ എന്താ? ഇറ്റ് വിൽ ബി ഗാർബേജ് വാല്യൂ. ഗാർബേജ് വെച്ചാൽ ഇറ്റ് വിൽ ബി എനി വാല്യൂ. നമുക്ക് അറിയില്ല, ഏതെങ്കിലും വാല്യൂസ് ആയിരിക്കും. മുമ്പേ കിടക്കുന്ന വാല്യൂസോ ഓവർ റേറ്റ് ചെയ്ത വാല്യൂസോ നമുക്ക് എന്ത് വാല്യൂ എന്ന് അറിയാൻ വയ്യ. ഏതെങ്കിലും വാല്യൂസ് ആയിരിക്കും ഓട്ടോമാറ്റിക് വേരിയബിൾ ഉണ്ടാവുക. ദാറ്റ് ഇസ് നോൺ ആസ് ഗാർബേജ് വാല്യൂസ്. എക്സ്റ്റേണൽ ആണെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ 0 ആണ്. സ്റ്റാറ്റിക്കിൽ ഡിഫോൾട്ട് വാല്യൂ 0 ആണ്. രജിസ്റ്റർ വേരിയബിൾസ് ആണെങ്കിലോ ഗാർബേജ് വാല്യൂ there won't be any value initialized. ഇനിഷ്യൽ വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി ഗാർബേജ് വാല്യൂ. ഓക്കെ. ഓട്ടോമാറ്റിക് വേരിയബിൾ ലോക്കൽ ദ ബ്ലോക്ക് ഇൻ വിച്ച് ദ വേരിയബിൾ ഇസ് ഡിഫൈൻഡ്. നമുക്കറിയാം, ഒരു ഫംഗ്ഷനകത്ത് എഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷനുള്ളിൽ കയറുമ്പോൾ വാല്യൂ ഉണ്ട്, ഫംഗ്ഷൻ കഴിയുന്നതോടെ വാല്യൂ കളയും. ഓക്കെ. ഫംഗ്ഷനുള്ളിൽ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. External, the value is global, that is available to the program as well as other programs. ബാക്കി പ്രോഗ്രാംസിനും അവൈലബിൾ ആയിരിക്കും. സ്റ്റാറ്റിക് ആണെങ്കിലോ local to the block in which the variable is defined. Register variables also local to the block in which the variable is defined. അപ്പോൾ ഓട്ടോമാറ്റിക്കും സ്റ്റാറ്റിക്കും രജിസ്റ്റർ എന്താണ്? ലോക്കൽ ആണ്. ഓക്കെ. എക്സ്റ്റേണൽ മാത്രമേ ഗ്ലോബൽ ഉള്ളൂ. എക്സ്റ്റേണൽ മാത്രമേ ഗ്ലോബൽ ഉള്ളൂ. ഇനി കൺട്രോളോ ലൈഫ് ടൈമോ? ഓട്ടോമാറ്റിക് വേരിയബിൾ the life of automatic variable is still the control remains within the block in which the variable is defined. വേരിയബിൾ എഴുതിയ ബ്ലോക്കിൽ കൺട്രോൾ എത്ര നേരം ഉണ്ടോ അത്ര നേരം ലൈഫ് ടൈം ഉള്ളൂ. ക്ലിയർ? നമ്മൾ ഫംഗ്ഷന്റെ കേസിൽ എങ്ങനെയാ? ഫംഗ്ഷന്റെ അകത്ത് കയറുമ്പോൾ ലൈഫ് ടൈം സ്റ്റാർട്ട് ചെയ്യും. ഫംഗ്ഷൻ തീരുന്നതോടെ അതിനെ കില്ല് ചെയ്യും. കില്ല് എന്ന് പറയാം. അതിനെ ടെർമിനേറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. ലൈഫ് ടൈം ഈസ് ഓവർ. ഓക്കെ. മെയിൻ ആണെങ്കിൽ മെയിൻ തീരുന്ന വരെ ഉള്ളൂ. മെയിൻ എഴുതുന്ന റൂട്ടീൻസ് എല്ലാം, മെയിൻ എഴുതുന്ന ഫംഗ്ഷൻസ് എല്ലാം മെയിൻ തീരുന്ന വരെ ഉണ്ടാവുള്ളൂ. മെയിൻ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, മെയിൻ തീരുമ്പോൾ തീരും. അതിന്റെ ലൈഫ് തീരും. ഓക്കെ. സോ ലൈഫ് വെച്ച് ടിൽ ദ കൺട്രോൾ റിമെയിൻസ് വിത്തിൻ ദ ബ്ലോക്ക് ഇൻ വിച്ച് ദ വേരിയബിൾ ഇസ് ഡിഫൈൻഡ്. ഓക്കെ. എക്സ്റ്റേണൽ ആണെങ്കിലോ ആസ് ലോങ് ആസ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ കംസ് ടു എൻഡ്. നമ്മൾ പ്രോഗ്രാം ക്ലോസ് ചെയ്യണ വരെ ഉണ്ടാവും. മെയിനിന്ന് പോകുകയല്ല, വേറെ പ്രോഗ്രാമിലേക്ക് വരാം, പലതരം ഫയൽസിലേക്ക് വരാം. അത്ര നേരം ഉണ്ടാകും. കാരണം ബാക്കിയുള്ള പ്രോഗ്രാംസിന് ഈ വേരിയബിൾ അവൈലബിൾ ആകണം. സോ ദിസ് കൺട്രോൾ എക്സിക്യൂട്ട്സ് till the entire program execution comes to end. Okay. മറ്റങ്ങനെ നമ്മൾ കാണാം, കോൾ വിളിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കോൾ കഴിയുന്നവർ തിരിച്ചു വരും. പ്രോഗ്രാം തീരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതി, അതിനുള്ള ഫംഗ്ഷൻ എഴുതി. ഓക്കെ. ആ ഫംഗ്ഷനിലേക്ക് വിളിച്ചു, അവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഫംഗ്ഷൻ തീരുന്നു, വേരിയബിൾ ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ. പക്ഷെ പ്രോഗ്രാം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ലൈഫ് ടൈം തീർന്നു, ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ. ഗ്ലോബൽ വേരിയബിൾ ആണെങ്കിൽ എങ്ങനെയാ? വീണ്ടും അവിടെ തന്നെ കിടപ്പുണ്ട്. മെയിൻ കഴിഞ്ഞു, വേറെ പ്രോഗ്രാമുകൾ വിളിക്കുകയാണ്, അപ്പോഴും അതിനകത്ത് ഉണ്ടാവും. സോ ലൈഫ് ടൈം ഈസ് ഓൾസോ ഗ്ലോബൽ ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ വേരിയബിൾസ്. അത് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക്കിന്റെ വാല്യൂ എങ്ങനെയാ? വാല്യൂ ഓഫ് ദ വേരിയബിൾ പെർസിസ്റ്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫംഗ്ഷൻ കോൾസ്. ഓക്കെ. ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെങ്കിൽ ഫംഗ്ഷൻ കോൾ വിളിക്കുമ്പോൾ തുടങ്ങും, കോൾ കഴിയുമ്പോൾ തീരും. ഇവിടെ അങ്ങനെയല്ല. അതിന്റെ വാല്യൂ അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ടാവും. സ്റ്റാറ്റിക് ആണ്. വാല്യൂ സ്റ്റാറ്റിക്. പഴയ വാല്യൂ നമുക്ക് ഇപ്പൊ പുതിയ ഫംഗ്ഷൻ കോളിൽ കിട്ടും. പഴയ വാല്യൂ എന്താണോ അത് പുതിയതായിട്ട് വിളിക്കുമ്പോൾ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് സ്റ്റാറ്റിക്കിന്റെ അർത്ഥം. രജിസ്റ്റർ കൺട്രോൾ റിമെയിൻസ് ടിൽ ദ ബ്ലോക്ക് ഇൻ വിച്ച് ദ വേരിയബിൾ ഇസ് ഡിഫൈൻഡ്. അപ്പോൾ രജിസ്റ്റർ വേരിയബിൾസും ഓട്ടോമാറ്റിക് വേരിയബിൾ ഒരേപോലെ നോക്കിയേ. Just look, register variables and automatic variables. Just look at register variables and automatic variables. എന്താ വ്യത്യാസമുള്ളത്? കമ്പയർ ഓട്ടോമാറ്റിക് ആസ് വെൽ ആസ് രജിസ്റ്റേഴ്സ്. ഫസ്റ്റ് കോളം ഒഴികെ ബാക്കി എല്ലാം സെയിം ആണ്. ഫസ്റ്റ് കോളം മാത്രമേ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് കോളം ഒഴികെ ബാക്കി എല്ലാം സെയിം ആണ്. അല്ലെ? നോക്കിയേ. ഫസ്റ്റ് കോളം മെമ്മറിയാണ്, ഇവിടെ CPU രജിസ്റ്റേഴ്സ് ആണ്. ബാക്കി എല്ലാ വാല്യൂസും സെയിം ആയിരിക്കും. എക്സ്റ്റേണൽ ആണെങ്കിലോ? എക്സ്റ്റേണലിന് കുറെ ഡിഫറൻസ് ഉണ്ട്. ഇത് ഇനിഷ്യലൈസ്ഡ് 0 ആണ്, സെയിം ആ സ്റ്റാറ്റിക്. ഇത് ഗ്ലോബൽ ആണ്, ഇത് പ്രോഗ്രാം തീരുന്നവരെ ഉണ്ടാവും. സ്റ്റാറ്റിക് ആണെങ്കിൽ എന്താ വ്യത്യാസമുള്ളത്? സ്റ്റാറ്റിക് സിമിലർ ടു ഓട്ടോമാറ്റിക് വേരിയബിൾ. രണ്ട് കോളം ഡിഫറെന്റ് ആണ്. ഒന്ന് ഇനിഷ്യൽ വാല്യൂ 0 ആയിരിക്കും, രണ്ടാമത് വാല്യൂ റിമെയിൻ ചെയ്യും. ഓക്കെ. ഗ്ലോബൽ കുറെ ഡിഫറൻസ് ഉണ്ട്. ഗ്ലോബൽ ഇനിഷ്യൽ വാല്യൂ 0 ആണ്, ഗ്ലോബൽ ആണ്, പ്രോഗ്രാം എക്സിക്യൂഷൻ വരെ ഉണ്ടാവും.
this is a comparison chart of all the different types of storage classes. See some examples too. Okay, നമ്മൾ register variable cover ചെയ്ത് തന്നെയാണ്. Register variables എങ്ങനെ? Register values will be stored in CPU registers if it is available. Okay, since CPU registers are limited, they may be busy doing some work. It may not be available for use. If register is not available, register variables will be stored as automatic variables. നമ്മൾ തൊട്ടുമ്പോൾ ചാർട്ട് കണ്ടു. Register variables automatic എന്താ വ്യത്യാസമുള്ള? ആ കൂടി CPU registers ഉള്ള കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. CPU registers available ആണെങ്കിൽ the value will be stored in CPU registers. If the CPU registers are not available, it will be stored in memory. Okay, CPU register ഇല്ലെങ്കിൽ ഇവിടെ വേണം മെമ്മറിയിലാ സ്റ്റോർ ചെയ്യുക. മെമ്മറി സ്റ്റോർ ചെയ്ത് എന്താ പറ്റി? അത് ഓട്ടോമാറ്റിക് വേരിയബിൾ തന്നെ. So this is the thing. Register variables will be stored as automatic variable if register is not available. Okay, automatic variable ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. Register variables available, it is register variable same as automatic variable. എന്തിനാ CPU register സ്റ്റോർ ചെയ്യുന്നത്? We can access it faster than the one stored in memory. മെമ്മറി സ്റ്റോറിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇനി frequently use variables such as loop counters int I. കണ്ടോ, ഈ I ഒക്കെ നമുക്ക് രജിസ്റ്റർ വേരിയബിൾ സ്റ്റോർ ചെയ്യാം. I എപ്പോഴും യൂസ് ചെയ്യുന്ന ഫ്രീക്വന്റ് യൂസ് വരുന്ന എല്ലാം രജിസ്റ്റർ വേരിയബിൾ സ്റ്റോർ ചെയ്യാം. നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഒരു പ്രോഗ്രാം ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ we can store it in CPU registers. സെയിം പ്രോഗ്രാം വർക്ക് ചെയ്യുക സെയിം തന്നെ ആയിരിക്കും. പ്രോഗ്രാം വർക്ക് ചെയ്യാൻ യാതൊരു വ്യത്യാസമില്ല. ഇറ്റ് വിൽ വർക്ക് ആസ് സെയിം ആസ് ഓട്ടോമാറ്റിക് വേരിയബിൾസ്. ഓട്ടോമാറ്റിക് എഴുതുന്ന പോലെ തന്നെ വർക്ക് ചെയ്യും. പക്ഷെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ എന്ത് വേണം? നമുക്ക് രജിസ്റ്റർ ഇന്റ് ആയി കൊടുക്കാം. എന്താ വ്യത്യാസം ഉള്ള? സാധാരണ ഇന്റ് ആയി കൊടുക്കുക. നമ്മൾ സാധാരണ പ്രോഗ്രാമിൽ എപ്പോഴും ഇന്റ് ആയി കൊടുക്കുക. ഇവിടെ രജിസ്റ്റർ ഇന്റ് ആയി കൊടുക്കുക. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. വി ക്യാൻ ഡു രജിസ്റ്റർ ഇന്റ് ആയി. Okay. Now frequently used variables as okay. We cannot use register storage classes for float, double, long, etc. നമുക്ക് ഇന്റിന് മാത്രമേ രജിസ്റ്റർ വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റൂ. നമുക്ക് ഇന്റിന് മാത്രമാണ് രജിസ്റ്റർ വേരിയബിൾസ് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, ഇന്റിന് മാത്രമേ രജിസ്റ്റർ വേരിയബിൾ ഉപയോഗിക്കുള്ളൂ. ഫ്ലോട്ടിന്, ഡബിളിന്, ലോങ്ങിനൊന്നും രജിസ്റ്റർ വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മെമ്മറി എപ്പോഴും ബൈറ്റ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 16 ബിറ്റ്സ് ഓഫ് മെമ്മറി അല്ലെങ്കിൽ 64 ബിറ്റ്സ് ഓഫ് മെമ്മറി. അപ്പൊ ബൈറ്റ് ബൈ ബൈറ്റ് ആയിരിക്കും. ബൈറ്റ് ആയിട്ടാണ് അത് ഇന്റ് ബൈറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറ്റാത്തത്. സോ വി കനോട്ട് യൂസ് രജിസ്റ്റർ വേരിയബിൾസ് ഫോർ ഫ്ലോട്ട്, ഡബിൾ, ലോങ് എക്സെട്ര. ഓക്കെ, സോ ദിസ് ഈസ് റോങ്. ഫ്ലോട്ട് പി ഇസ് റോങ്, രജിസ്റ്റർ ഫ്ലോട്ട് പി ഇസ് റോങ്, രജിസ്റ്റർ ഡബിൾ ക്യൂ ഇസ് റോങ്, രജിസ്റ്റർ ലോങ് സി ഇസ് റോങ്. ഓക്കെ, പക്ഷെ എറർ മെസ്സേജ് ഒന്നും ഡിസ്പ്ലേ ഇല്ല. എന്തുകൊണ്ട്? അത് ഓട്ടോമാറ്റിക് ആയിട്ട് even though we specify register, it will be stored as automatic variables. Is it clear? Look at this program. Void main register int I for I equal to 1, I less than 10, I plus plus print percentage I. എന്താ വരിക? രജിസ്റ്റർ എന്നുള്ള കാര്യം നമ്മൾ കാണണ്ട. അല്ലാതെ എങ്ങനെ വർക്ക് ചെയ്തു അതുപോലെ ആയിരിക്കും വർക്ക് ചെയ്യുക. രജിസ്റ്റർ എന്നുള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല. രജിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാ? മെമ്മറിക്ക് പകരം CPU രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. അതാണ് രജിസ്റ്ററിന്റെ വർക്കിന്റെ അർത്ഥം. പ്രോഗ്രാം വർക്ക് ചെയ്യണൊക്കെ സെയിം തന്നെയായിരിക്കും. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? I equal to 1, I less or equal to 10, I plus plus percentage D I. ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാം. 1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും, 3 പ്രിന്റ് ചെയ്യും, 4 പ്രിന്റ് ചെയ്യും, 10 വരുമോ? 9 വരെ പ്രിന്റ് ചെയ്യും. I less or equal to 10 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ 10 കൂടി പ്രിന്റ് ചെയ്യും. ഓക്കെ, 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യും. ഇതാണ് രജിസ്റ്റർ വേരിയബിൾ ചെയ്യുന്നത്. Now we will see the next one. Okay, external variables. സ്റ്റാറ്റിക് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് തന്നെയാണ്. External variables. External variables എന്തിനു വേണ്ട? സ്കോപ്പ് is available to other programs also. ഇത് ഡെമോൺസ്ട്രേഷൻ ആണ്. See, hash include std. നമുക്ക് രണ്ട് പ്രോഗ്രാം ഉണ്ട്. മെയിൻ പ്രോഗ്രാം, ഒന്ന് സപ്പോർട്ട്, വേറൊരു പ്രോഗ്രാം. പേര് മെയിൻ തന്നെ കൊടുക്കണമെന്നില്ല. ഫസ്റ്റ് പ്രോഗ്രാം വേണമെങ്കിൽ കൊടുക്കാം. 1.c, സെക്കൻഡ് 2.c എന്ന് കൊടുക്കാം. Program doesn't matter. Program name of the program doesn't matter as far as the extension is .c. Look at the first program. Hash include stdio.h int count external variable extern void write extern ഒരു ഫംഗ്ഷൻ വിളിച്ചു. ഇവിടെ എന്താ? ഇത് ഗ്ലോബൽ വേരിയബിൾ ആണ്, ഇത് എക്സ്റ്റേണൽ വേരിയബിൾ ആണ്. ബോത്ത് ആർ സിമിലർ. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് റെഫർ ചെയ്യണമെങ്കിൽ ഗ്ലോബൽ എന്ന് പറയും. ഈ പ്രോഗ്രാമിന് പുറത്തേക്ക് പോകണമെങ്കിൽ വി സേ ദാറ്റ് എക്സ്റ്റേണൽ കീവേഡ് ആവശ്യമില്ല. പുറത്ത് എഴുതിയാൽ മാത്രം മതി. മെയിൻ്റെ പുറത്ത് എഴുതി കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വേരിയബിൾ അഥവാ എക്സ്റ്റേണൽ വേരിയബിൾസ് ആയി കഴിഞ്ഞു.
ഓക്കെ, മെയിൻ കൗണ്ട് ഈക്വൽ ടു 5 റൈറ്റ് എക്സ്റ്റേൺ. ഇവിടെ എന്താ പറയുക, കൗണ്ട് ഇവിടെ ഇൻഡ് കൗണ്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വേണം, ഒരു കൗണ്ട് എന്നുള്ള സ്പേസ് ഇവിടെ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് പ്രോട്ടോടൈപ്പിംഗ്. പ്രോട്ടോടൈപ്പിന്റെ അർത്ഥം എന്താ, വി ഹാവ് എ പ്രോഗ്രാം റൈറ്റ് എക്സ്റ്റേൺ. അത് എക്സ്റ്റേണൽ ആണ്. അപ്പൊ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒന്നിൽ കാണും, പക്ഷെ ഇവിടെ തന്നെ വേണമെന്നൊന്നുമില്ല. വേറെ ഏതെങ്കിലും ഫയലിലായിരിക്കും ഉണ്ടാവുക, വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന്റെ അകത്തായിരിക്കും ഉണ്ടാക്കുക, സെയിം പ്രോഗ്രാമിലല്ല. മേക്ക് ദ പോയിന്റ് ക്ലിയർ. നമ്മൾ എഴുതുന്ന രണ്ട് ഡിഫറെന്റ് പ്രോഗ്രാംസ് ആണ്. ദിസ് ഇസ് ഫസ്റ്റ് പ്രോഗ്രാം, ദിസ് ഇസ് സെക്കൻഡ് പ്രോഗ്രാം. ഫസ്റ്റ് പ്രോഗ്രാം ആണ് ഒരു പ്രോഗ്രാം, ഇത് അടുത്ത പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ രണ്ട് ഫംഗ്ഷൻസ് അല്ല, പകരം രണ്ട് ഡിഫറെന്റ് പ്രോഗ്രാം ആണ് എഴുതുന്നത്. ഓക്കെ, കൗണ്ട് ഈക്വൽ ടു 5 റൈറ്റ് എക്സ്റ്റേൺ. റൈറ്റ് എക്സ്റ്റേൺ വിളിക്കുമ്പോൾ എങ്ങനെയാ, റൈറ്റ് എക്സ്റ്റേൺ കൗണ്ട് ഈക്വൽ 5 ഇവിടെ അലോക്കേറ്റ് ചെയ്തു. കൗണ്ട് ഈക്വൽ 5 എന്ന് വെച്ചാൽ ഇവിടെ 5 അലോക്കേറ്റ് ചെയ്തു. ഇനി എന്താണ് റൈറ്റ് എക്സ്റ്റേൺ, വി ആർ കോളിംഗ് റൈറ്റ് എക്സ്റ്റേൺ. റൈറ്റ് എക്സ്റ്റേൺ ഇവിടെ ഉണ്ടോ, ഇവിടെ ഇല്ല. സോ വി ചെക്ക് ഫോർ അനദർ പ്രോഗ്രാം. സോ റൈറ്റ് എക്സ്റ്റേൺ ഇസ് അവൈലബിൾ ഹിയർ. ദിസ് ഇസ് സെക്കൻഡ് പ്രോഗ്രാം. നോക്കിയാൽ വേറൊരു പ്രോഗ്രാമിന്റെ അകത്തുള്ള വി ഹാവ് എ എക്സ്റ്റേൺ കോഡ്. പ്രിന്റ് ഓഫ് കൗണ്ട് ഈസ് കൗണ്ട്. കൗണ്ട് എവിടെയാ വന്നേക്കണേ, കൗണ്ടിനകത്തുണ്ടോ, ഈ പ്രോഗ്രാമിന്റെ എവിടെയും കൗണ്ട് ഇല്ല, എവിടെയും കൗണ്ട് ഇല്ല. കൗണ്ട് ഉള്ളത് ഇതിലാണ്. നമ്മൾ എക്സ്റ്റേൺ ഇൻഡ് കൗണ്ട് എന്നാണ് ഇട്ടേക്കണേ കേട്ടോ. ഇവിടെ നോക്കിയേ, എക്സ്റ്റേൺ ഇൻഡ് കൗണ്ട്. ഈ പ്രോഗ്രാമിന്റെ അകത്തുനിന്ന് എക്സ്റ്റേൺ ഇൻഡ് കൗണ്ട്. അപ്പൊ ഇവിടെ ഇൻഡ് കൗണ്ട് ഡിക്ലെയർ ചെയ്യില്ല, ഇറ്റ് ഇസ് എൻ എക്സ്റ്റേണൽ വേരിയബിൾ. നമ്മൾ ഇവിടെ കൗണ്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഈ കൗണ്ടിലേക്കായിരിക്കും ഇത് റെഫർ ചെയ്യുക. കൗണ്ട് ഇക്വൽ 5 ആദ്യം ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി ആർ റെഫറിംഗ് ടു ദ സെയിം കൗണ്ട്. വോയിഡ് റൈറ്റ് എക്സ്റ്റേൺ വോയിഡ് പ്രിന്റ് ഓഫ് കൗണ്ട് ഈസ് കൗണ്ട്. കൗണ്ടിന്റെ വാല്യൂ എന്താണ് പ്രിന്റ് ചെയ്യുക, ഇവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത്. വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 5. This is program clear. ഒന്നുകൂടി explain ചെയ്യാം. See here we have two programs. First program. This is our second program. This is first program. This is second program. രണ്ട് different programs, different functions അല്ല, different programs ആണ്. രണ്ട് പ്രോഗ്രാമിലേക്ക് ഒരു വേരിയബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ഇതുവരെ ചെയ്ത് എങ്ങനെയാ, ആദ്യമേ പഠിച്ചപ്പോൾ മെയിൻ്റെ അകത്ത് മാത്രം ഒരു വേരിയബിൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കി, പിന്നെ രണ്ട് ഫംഗ്ഷനിൽ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കി, പിന്നെ രണ്ട് ഫംഗ്ഷൻ വിത്തിൻ എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിൽ രണ്ട് ഫംഗ്ഷൻ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കി. ഇപ്പൊ എങ്ങനെ രണ്ട് ഡിഫറെന്റ് പ്രോഗ്രാംസിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, രണ്ട് ഡിഫറെന്റ് പ്രോഗ്രാംസിലേക്ക് എങ്ങനെ വേരിയബിൾ ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ കേസ്. ഇവിടെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏതാ, എക്സ്റ്റേൺ വോയിഡ് റൈറ്റ് എക്സാം. അതിന്റെ അർത്ഥം എന്താ, നമ്മൾ എഴുതുന്ന ഈ മെയിൻ്റെ അകത്ത് റൈറ്റ് എക്സ്റ്റേണൽ ഫംഗ്ഷൻ ഇല്ല, ഇറ്റ് ഈസ് ഇൻ അനദർ പ്രോഗ്രാം. ഓക്കെ, ഇവിടെ എക്സ്റ്റേൺ ഇൻഡ് കൗണ്ട്, അതിന്റെ അർത്ഥം എന്താ, കൗണ്ടിന് ഇവിടെ എഴുതിയിട്ടില്ല, കൗണ്ട് ഈസ് ഇൻ കൗണ്ട്, വി ആർ റെഫറിംഗ് കൗണ്ട് ഫ്രം സം അതർ പ്രോഗ്രാം. ഓക്കെ, ദിസ് റൈറ്റ് എക്സ്റ്റേൺ ഈസ് എക്സ്റ്റേണൽ ടു മെയിൻ, സെയിം വേ ഇൻഡ് കൗണ്ട് ഈസ് എക്സ്റ്റേണൽ ടു ദ സെക്കൻഡ് പ്രോഗ്രാം. ഓക്കെ, ഇനി ഇൻഡ് കൗണ്ട് ഗ്ലോബൽ വേരിയബിൾ ആണ്, കൗണ്ട് ആസ് യൂഷ്വൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. കൗണ്ട് എന്ന് കിട്ടി. ഓക്കെ, മെയിൻ്റെ അകത്ത് വന്നു. മെയിൻ എപ്പോഴും പ്രോഗ്രാം മെയിനിലാണ് സ്റ്റാർട്ട് ചെയ്യും. ലിസൺ, വൺ മോർ തിങ്, മെയിൻ ഒരു തവണ എഴുതാവുള്ളൂ. യു ക്യാൻ റൈറ്റ് ഓൺലി വൺ മെയിൻ. രണ്ട് പ്രോഗ്രാമിൽ കൂടെ ഒരു മെയിൻ ഉള്ളൂ. ഓൺലി, ദാറ്റ്സ് മെയിൻ പോയിന്റ് ടു നോട്ട്, ഓൺലി വൺ മെയിൻ ഫോർ ബോത്ത് പ്രോഗ്രാം. രണ്ട് പ്രോഗ്രാമിൽ കൂടി ഒരു മെയിൻ എഴുതാൻ പാടുള്ളൂ. നമുക്ക് ഒന്നിലധികം മെയിൻ ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് റൈറ്റ് മെയിൻ ഹിയർ. മെയിൻ കൂടെ എഴുതാൻ പറ്റില്ല. ദിസ് റോങ്. വി കനോട്ട് റൈറ്റ് മെയിൻ ഹിയർ. മെയിൻ ഏതെങ്കിലും സ്ഥലത്ത് മാത്രം എഴുതാൻ പറ്റും. മെയിൻ എവിടെ എഴുതുന്നോ അതാണ് ഫസ്റ്റ് പ്രോഗ്രാം. ക്ലിയർ? നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഏതാണ്, എവിടെയുണ്ട്, അതാണ് ഫസ്റ്റ് പ്രോഗ്രാം. അപ്പൊ എപ്പോഴും മെയിൻ നൽകി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പ്രോഗ്രാം ചെക്ക് ചെയ്യുമ്പോൾ എന്താ മെയിൻ ഉണ്ടോ നോക്കുന്നത്. ഇവിടെ നോക്കി മെയിൻ ഉണ്ടോ, മെയിൻ ഇല്ല, മെയിൻ ഇവിടെയുള്ളൂ, മെയിൻ ഇവിടെയുള്ളൂ. അപ്പൊ ഇവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ കൗണ്ട് ഈക്വൽ 5 എന്നാണ്, കൗണ്ട് വാല്യൂ 5 എന്നാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. റൈറ്റ് എക്സ്റ്റേൺ വിളിക്കുന്നു, അത് ഈ അനദർ പ്രോഗ്രാം ഇവിടെ എക്സ്റ്റേൺ വിളിക്കുന്നു. ഓക്കെ, ഇത് എങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വരിക, ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അറിയാം എക്സ്റ്റേണൽ ഇൻഡ് കൗണ്ട് റെഫർ ചെയ്യുന്നത് അറിയാം. എക്സ്റ്റേണൽ ഇൻഡ് കൗണ്ട് ഇവിടെയാണ്, ഇങ്ങോട്ടേക്കാണ്. എക്സ്റ്റേണൽ ഇൻഡ് കൗണ്ട് ഇവിടേക്കാണ് നമ്മൾ റെഫർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ വോയിഡ് റൈറ്റ് എക്സ്റ്റേൺ പ്രിന്റ് കൗണ്ട് ഈസ് കൗണ്ട്. കൗണ്ട് ഏത് കൗണ്ട് റെഫർ ചെയ്യുന്നത്, ഈ 5 എന്നുള്ള കൗണ്ടാണ് റെഫർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എക്സ്റ്റേണൽ വേരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദിസ് ഓൾസോ ജസ്റ്റ് എ ഡെമോ പ്രോഗ്രാം to know that the program can be transferred from, the variables can be transferred from one program into another. This is, with this we are coming to the end of the fourth module. നാലാമത്തെ മൊഡ്യൂൾ ഇതോടെ തീരുകയാണ്.
അപ്പോൾ എന്തുവാണ് from next class onwards we can start the last module, that's fifth module. So you have written the exam for first module as well as second module. Exam is pending for third module. അപ്പോൾ അടുത്ത ആഴ്ച, അടുത്ത മൺഡേ എഴുതാലോ. You can write the exam for third module. And before that, let me just go through what is inside the third unit. Okay, third unit ഒന്ന് ക്വിക്ക് ആയിട്ട് go through ചെയ്യാം. You write exam on Monday വേണോ Wednesday വേണോ? Write the answer in chat box. Okay, so we can fix it on Monday. So just go through what is inside third module. You have to write the test paper on this. In the third module, we have covered arrays. One dimensional, two dimensional arrays, character and string functions, and structures and unit. ഇത്രയാണ് third unit ഉണ്ടായിരുന്നത്. Arrays എന്താണ്? Array is a structured data type. It's a finite collection of elements of the same type. Collective name ആണ്. Arrays integer floating characters arrays ഉണ്ട്. And we can have string functions as well. String എന്ന് വെച്ചാൽ it's a character array. Okay, we can have one dimensional array, two dimensional array, three dimensional array, and multi-dimensional array. One dimensional array is like a list. This is the declaration for one dimensional array. Data type, name, size, bracket delimiting the array size. Then we can declare a one dimensional array like this. We can have in, float, character, etc. Okay, subscript and subscript integer constant, subscript and the I jk can subscript this I. These are all subscripts. Subscripts can be only integers. Subscript can be only integers. Then 2 bytes are allocated for per integer. Character ആണെങ്കിൽ ഓരോ എലമെന്റിനും 1 byte allocate ചെയ്യും. Floating point ആണെങ്കിൽ 4 byte allocate ചെയ്യും. We can add, multiply, etc. This is a memory allocation for an array. Array can be declared as compile time and at runtime. This is the array initialization in compile time. Compile time നോക്കണമെന്നൂടെ. ഇവിടെ closing brackets int coins, opening bracket arrayയുടെ compile time initialization ആണ്. This is a compile time initialization. Runtime ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ array run ചെയ്യുമ്പോൾ initialize ചെയ്യും. നമ്മൾ values read ചെയ്ത് അപ്പോൾ initialize ചെയ്യും. Okay. This is runtime initialization. Then we have learned the program to print Fibonacci numbers. Okay. This is an example of Fibonacci numbers in nature. നിങ്ങൾ പുറത്തിറങ്ങി തൊടിയിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ വെക്കുന്നുണ്ട്. മിക്കവാറും മോസ്റ്റ് ഫ്ലവേഴ്സ്, petals of the flowers are in Fibonacci series. Okay. See, the flower 1, 2, 3, 3 is a Fibonacci number. This 5 is also a Fibonacci number. Majority of the petals will be in Fibonacci series. Okay, these are another example. Here number of petals is 8. This is also Fibonacci number. Here it is 21. That's also a Fibonacci number. We have learned how to write a program for Fibonacci numbers. Okay. Then we have learned about multi-dimensional array. Array with having more than one dimension is known as multi-dimensional array. 2 dimension, 2 കൂടുതലാണെങ്കിൽ 3 3 dimension. അതിൽ കൂടുതലാണ് നമ്മൾ multi-dimensional array, general multi-dimensional array എന്ന് പറയും. These are the examples of 2D arrays. 2D arrays in rows and columns ഉണ്ടാവും. Okay. This is how we declare a 2-dimensional array. Data type, array name, size of the first array, size of the second array, row size and column size. First is the row size, second one column size. Okay, this is how we store names of 10 students. Character name 10, 20 we can store 10 names where each name can take maximum 20 characters. ഇങ്ങനെയാണ് കിട്ടുക. 10 എണ്ണം ഉണ്ടാവും. പക്ഷെ ഓരോന്നും മാക്സിമം 20 വരെ വരാം. ഓക്കെ, ആദ്യത്തെ റോ ആണ്. എത്ര റോസ് ഉണ്ട്? 3 റോസ് ഉണ്ട്. മറ്റത് കോളംസ് ആണ്. This is about 2-dimensional array. Initialization of 2D arrays. Okay. This is declaration of errors. Memory map of 2-dimensional array. How 2D array is stored in memory. Compile time initialization of 2-dimensional array. Same 1D യിൽ കണ്ട പോലെ തന്നെയാണ് 2D യിലും compile time initialization. This runtime initialization of 2D array. Arrays having more than one dimension can be declared like this. This is a 3D array.
കോളം 1 അല്ല സോറി സൈസ് 1 സൈസ് 2 സൈസ് 3 മൂന്നെണ്ണം ഉണ്ടാവും. സ്റ്റാറ്റിക് അറേസ് എന്താ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ അറേക്ക് പറയുന്ന പേരാണ് സ്റ്റാറ്റിക് അറേ എന്നുള്ളത്. ഡൈനാമിക് അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് ഞാൻ ഡൈനാമിക് അറേ എന്ന് പറയും. കമാൻഡസ് malloc, calloc and realloc. Okay, dynamic arrays are created using malloc, calloc and realloc that will learn the next class. അടുത്ത ക്യാരക്ടർ അറേസ് ആണ്. ക്യാരക്ടർ അറേസ് കഴിഞ്ഞാൽ അറേയിൽ വൺ ഡയമെൻഷൻ അറേയിൽ ക്യാരക്ടർ സ്റ്റോർ ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് ക്യാരക്ടർ അറേ ഓർ സ്ട്രിംഗ് ഒരു ഡാറ്റ ടൈപ്പ് സീൽ ഇല്ല, അതിനൊരു ക്യാരക്ടർ അറേ ഉപയോഗിച്ചിട്ടാണ് സ്ട്രിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. യു നോ ഹൗ ടു ഇനിഷ്യലൈസ് ദിസ് ക്യാരക്ടർ അറേ. ഓക്കെ, ക്യാരക്ടറുടെ അവസാനം ടെർമിനേറ്റിംഗ് /0 ഉണ്ടാവും. എന്തിനാണ് /0? എൻഡ് ഓഫ് ദി സ്ട്രിംഗ് മാർക്കർ ആണ് /0. /0 ഉണ്ടെങ്കിൽ മാത്രമേ ക്യാരക്ടർ അറേ എവിടെയാണ് അവസാനിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. ദിസ് എ പ്രിന്റ്എഫ് ഫംഗ്ഷൻ. പ്രിന്റ്എഫ് ഫംഗ്ഷൻ %s ആണ് ഉപയോഗിക്കുക സ്ട്രിംഗ് റീഡ് ചെയ്യാനായിട്ട്. ഇവിടെ ആൻഡ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, വിഡ്ത്ത് ഉപയോഗിച്ച് 5 സ്ട്രിംഗ് കംപ്ലീറ്റ് ആയി റീഡ് ചെയ്യാൻ WS ഉപയോഗിക്കാം. ഓക്കെ, %20s എഴുതി കഴിഞ്ഞാൽ 20 സ്പേസസ് റീഡ് ചെയ്യും. Gets function, you are remembering about gets function, puts function. Okay, strcat function, it is available in string.h. strcat എന്തിനാ രണ്ട് സ്ട്രിംഗ് തമ്മിൽ കമ്പയർ കോൺകാറ്റിനേറ്റ് ചെയ്യാനാണ് സ്ട്രിംഗ് strcat ഉപയോഗിക്കുന്നത്. strcmp എന്തിനാ കമ്പയർ ചെയ്യാനാണ്. കമ്പയർ ചെയ്യാനൊക്കെ ചോദിക്കുന്നതാണ്. It has a value 0 if they are equal, unequal if the difference if they are different. അടുത്ത strcpy, strlength ഫംഗ്ഷൻ. strcpy ഒരു സ്ട്രിങ്ങിന് വേറെ സ്ട്രിംഗിലേക്ക് കോപ്പി ചെയ്യാൻ, strlength സ്ട്രിങ്ങിന്റെ ലെങ്ത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, 8y ഫംഗ്ഷൻ ഉണ്ട്. 8y ഫംഗ്ഷൻ എന്താ, ഒരു ഫയലിനെ ഡിജിറ്റ് കൺവേർട്ട് ചെയ്യാൻ. സോ ദിസ് ഇസ് സ്ട്രിംഗ് ഓഫ് ഡിജിറ്റ്. 345 സ്ട്രിംഗ് ഓഫ് ഡിജിറ്റ്സ്. ഇനി 345. ദാറ്റ് ഇസ് വെൻ വി റീഡ് സി പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രിംഗ് ഓഫ് ഡിജിറ്റ്സ് റീഡ് ചെയ്യുന്നത്. 345 ABC എന്ന് റീഡ് ചെയ്യുന്ന പോലെയാണ് 345 റീഡ് ചെയ്യുക. അപ്പോൾ 345 ആണ് നമുക്ക് 345 എന്ന നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് A to I. ദാറ്റ് ഇസ് ആൽഫബറ്റ് ടു ഇൻറ്റിജർ. പിന്നെ ഡെസിമൽ ടു കൺവേർഷൻ ഡെസിമൽ നമ്പേഴ്സിന്റെ പ്രോഗ്രാം നോക്കി. ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ദിസ് ഈസ് അൽഗോരിതം. ദിസ് ഈസ് ദ പ്രോഗ്രാം. ഒക്ടൽ ഡെസിമൽ, സിമിലർ വേ ഒക്ടൽ ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഹെക്സാഡെസിമലിന്റെ കേസിൽ എപ്പോഴും വാല്യൂസ് കമ്പയർ ചെയ്യണം. 48 മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ 55 മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി തിരിച്ചതുപോലെ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ, ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഇത് 2D ആണ്. 2Dയിൽ നമ്മൾ മെട്രിക്സ് ആണ് ബേസിക്കലി ചെയ്തത്. വി ക്യാൻ ആഡ് 2 മെട്രിക്സസ്. വി ക്യാൻ ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, മൾട്ടിപ്ലൈ മെട്രിക്സ്. സാധാരണ നിങ്ങൾക്ക് തന്നേക്കുന്ന ഒറ്റ പ്രോഗ്രാം ആയിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 3 ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്താൽ മതി. This is to find the row total and column total of a matrix. Find the trace of a square matrix. Okay, this is the second part. Sorting. Sorting il bubble sort ആണ്, അത് പഠിച്ചിട്ടുണ്ട്. How to do a bubble sort. We have learned different sorting methods. That is the main topic in the next semester. Sort names in alphabetic order. Merging. Okay, merge 2 arrays. Merge എന്ന് വെച്ചാൽ 2 arrays combine ചെയ്ത് ഒന്നാക്കാനാണ് merge program. Combine 2 sorter array to 1 sorter array. ഏതെങ്കിലും ഒരു അൽഗോരിതം പഠിച്ചാൽ മതി. Now we have learned different types of algorithms. Find the length of a string. String end with a particular character. Check a string is palindrome or not. Reverse a string. Problems on character arrays and strings. Then we have learned about structures. Structure എന്താ, ഒന്നിക്കുള്ള ഡാറ്റ ടൈപ്പ് ഒരുമിച്ച് കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്ട്രക്ചർ. സ്ട്രക്ചറിനകത്ത് അറിയാൻ പറ്റും. This is the structure. This is the example of a structure. See, you are asked to find 2 programs. Okay, program to find the percentage of marks of n students in m subjects appeared in examination. Without structure ഈ പ്രോഗ്രാം എഴുതിയാൽ മതി. ഈ പ്രോഗ്രാം എഴുതിയാൽ മതി. സ്ട്രക്ചർ ഉപയോഗിക്കാതെ ചെയ്യാൻ പറഞ്ഞ. സ്ട്രക്ചർ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് സ്ട്രക്ചറിന്റെ പ്രോഗ്രാം തന്നെ എഴുതണം. ഇതിന് വരുന്നുണ്ട്. This about structures. It's a program using structure. Okay. Percentage of marks of 3 subjects of n students. Programs for library books. അത് യൂണിയൻ ആണ്. യൂണിയൻ സ്ട്രക്ചറിൽ എന്താ വ്യത്യാസം?
യൂണിയനകത്ത് സ്ട്രക്ചറിന്റെ അകത്ത് ഓരോ എലമെന്റിനും മെമ്മറി അലൊക്കേറ്റ് ചെയ്യും. യൂണിയനിൽ അങ്ങനെയല്ല, ഏറ്റവും വലുത് ഏതാണ് അതിന് മാത്രമേ മെമ്മറി അലൊക്കേറ്റ് ചെയ്യുള്ളൂ. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. സ്ട്രക്ചർ യൂണിയൻ ഒരേപോലെ തന്നെ ഉപയോഗിക്കാം. സ്ട്രക്ചറിലാണെങ്കിൽ എന്തെല്ലാം എലമെന്റ്സ് ഉണ്ടോ അതിനെല്ലാത്തിനും മെമ്മറി അലൊക്കേറ്റ് ചെയ്യണം. യൂണിയനിലാകുമ്പോൾ ഏതാണ് മാക്സിമം അത് മാത്രം അലൊക്കേറ്റ് ചെയ്യണം. ഇത്രയാണ് സ്ട്രക്ചർ യൂണിയനിലുള്ളത്. ഓക്കെ, we are accessing union members and structure members using dot operator. Okay, this is about union. We can have structures within structures and union within unions. ഇത്രയാണ് പഠിക്കാനുള്ളത്. So you can write the test paper എന്നത്തേക്ക് എഴുതുക? Monday. Okay, we'll fix test paper on Monday. അപ്പോൾ ഇത്രയും മൊഡ്യൂൾ പഠിക്കുക. പിന്നെ കഴിഞ്ഞ തവണ ചെയ്തതിൽ കുറച്ച് പേര് ഞാൻ എടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഈ പരീക്ഷ ഡിക്ലെയർ ചെയ്യുമ്പോൾ എനിക്ക് പറയാതെ വയ്യ. നിങ്ങൾ പലരും നെറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കേണ്ട. സ്വന്തമായിട്ട് എഴുതുന്നതും ഞാനിപ്പോൾ 10-20 വർഷമായി പഠിപ്പിച്ചു തുടങ്ങിയിട്ട് നേരിട്ട് ഫയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ പറയാതെ മെജോറിറ്റി ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും കൂടി ചീത്ത പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ നെറ്റിൽ നിന്ന് പകർത്തി കോപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സിയും C++ നിങ്ങൾക്ക് തിരിച്ചറിയില്ല. പലരും എഴുതുന്ന C++ പഠിപ്പിച്ചിട്ടേ ഇല്ല, അതിന്റെ പ്രോഗ്രാംസ് ഒക്കെ കോപ്പി ചെയ്തിരിക്കണം. അത് വേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രം പരീക്ഷയാണ് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ആർ വെരി ഗുഡ്. 1-2 പേരാണ് അതിനെ ഇങ്ങനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. അത് ഇനി ഈ റിപ്പീറ്റ് ഞാൻ വിളിച്ചു പറയും, ആളുടെ പേര് പറയും, വീട്ടിൽ വിളിക്കും, ഇമ്പോസിഷൻ, വിൽ ഗെറ്റ് ഓൾ ദ പണിഷ്മെന്റ് ദിസ് ടൈം. ഇതുവരെ 2 പരീക്ഷ, ആദ്യത്തെ പരീക്ഷ സ്കോൾഡ് ചെയ്തു, രണ്ടാമത്തെ പരീക്ഷ എടുത്തി. കഴിഞ്ഞ പരീക്ഷ അതെ കുറച്ച് പേര് വെറുതെ പകർത്തി എഴുതിയേക്കുക, അതിന്റെ ആവശ്യമില്ല. പഠിക്കുക, പഠിച്ചിട്ട് എഴുതുക. ഓക്കെ, ഇതാണ് ചെയ്തു കഴിഞ്ഞാൽ ഐ റിപ്പോർട്ട് ഇറ്റ്, ദിസ് സീരിയസ് ഇവന്റ്, ഐ റിപ്പോർട്ട് ടു യുവർ പാരന്റ്സ് ആൻഡ് കുട്ടികളുടെ പിള്ളേരാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് അറിയിക്കും. പിന്നെ എന്റെ ക്ലാസ്സിൽ ഞാൻ കയറാൻ സമ്മതിക്കൂ. ഇതുവരെ കഴിഞ്ഞു, നോ പ്രോബ്ലം. ഓക്കെ, ഇത്തവണ ഞാൻ പേരെടുത്ത് പറയാൻ എനിക്ക് ഇപ്പോഴും പേര് എന്റെ മനസ്സിലുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ക്ഷമിക്കുന്നത്. പക്ഷെ അത് ഇപ്രാവശ്യം പറ്റില്ല. പ്രത്യേകിച്ചും കോപ്പി ചെയ്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത് ഇവിടെ വേറെ ആരും നിങ്ങളെ മോണിറ്റർ ചെയ്യാനില്ല. നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മനസാക്ഷി ചോദിക്കുക ചെയ്യുന്നത് ശരിയാണോ എന്ന്. കുറെ പേര് നോട്ട്ബുക്ക് നോക്കി എഴുതുന്നുണ്ട്, കുറെ പേര് നെറ്റിൽ നിന്ന് അങ്ങനെ എടുത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. ഇത് നടക്കുന്ന കാര്യമല്ല. നെക്സ്റ്റ് ഇങ്ങനെയുള്ള കുട്ടികളെ ഇനി അടുത്ത ഇപ്പം ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ നോ മോർ ക്ലാസ്സസ്, ഇനി എൻ്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡു ഇറ്റ്. നിങ്ങൾക്ക് വേണ്ടിയാ പഠിക്കുന്ന ഓർക്കുക, പഠിക്കാൻ സമയമുണ്ട്, നിങ്ങളുടെ മെറ്റീരിയൽസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് ഡൗട്ടുള്ള ഏത് നേരത്തിനെ വിളിക്കാം, അതിൽ ആൻസർ ചെയ്യ ക്വസ്റ്റ്യൻസ്. പക്ഷേ ചീറ്റിംഗ് ഇനി പറ്റില്ല. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. താങ്ക് യു.